1000 PUCകളിൽ 30 ലക്ഷം കൂട്ടിക്കഴിഞ്ഞാൽ 300 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവുന്നു. ഇതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും കമ്പനിയുടെ കയ്യില് എന്താ പറയാ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടാവും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗുള്ള ഒരു കമ്പനി ആയിട്ട് നമുക്ക് നമ്മളെ കമ്പനീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ കമ്പനീനെ ട്രഡീഷണൽ മാർക്കറ്റിലുള്ള ഹിന്ദുസ്ഥാൻ ലിവർ പോലെയുള്ള വലിയ യൂണിയൻ ലിവർ പോലുള്ള കമ്പനിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റുള്ളൂ. ഒരു പണം മുടക്കമില്ലാതെ ഇത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കമ്പനീന്റെ ഒരു വലിയ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ മാത്രമുള്ള കമ്പനി നാളെ ലോകത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ലൈസൻസ് ആണ്. ഇവിടെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. വലിയ വലിയ കാർ വാങ്ങണം, വീട് വാങ്ങണം, മറ്റുള്ളവരെ പോലെ ജീവിക്കണം, നല്ല ആഭരണങ്ങൾ വാങ്ങണം എന്നൊക്കെ സ്വപ്നങ്ങളുള്ള ആളുകൾ. പക്ഷെ അത് എത്ര പേർക്ക് ഗോളുകളാക്കി മാറ്റാൻ, ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ സ്വപ്നവും ഗോളും തമ്മിലുള്ള വ്യത്യാസം? സ്വപ്നം നമ്മളിങ്ങനെ വെറുതെ കണ്ടുപോകുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് ആയിരിക്കണം. ഇന്ന സമയത്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു മെഗാ പ്രോഗ്രാമാണ് നെക്സസ് മെയ്യിൽ നടക്കുന്നത്. ആ നെക്സസിലേക്ക് ഞാൻ ഈസി ആയിട്ട് ആ സ്റ്റേജിൽ ഉണ്ടാവും. അതില് ഞാനിപ്പോ TC കഴിഞ്ഞ് ATC ആവാൻ നിൽക്കുന്ന ആളാണ്. ഞാൻ ATC ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ DTC ആയിട്ട് ഞാൻ ആ സ്റ്റേജിൽ ഉണ്ടാവും. ഇങ്ങനെ നമ്മളൊരു ആ ഒരു ഡേറ്റ് അത് ഇന്ന സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യുന്നത് നമ്മളൊരു ഡയറിയിൽ എഴുതി വെക്കുക. അതുപോലെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മള് ഒരു ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഗോളുകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞിട്ട് വിജയിച്ചിട്ടുള്ള ആളുകൾ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ എന്താ പറയാ, ഈ നമ്മൾ പറയില്ലേ, ഈ ഒരു കാറ്റടിച്ച് പോകുന്ന ഈ പായക്കപ്പലുകളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ നമുക്ക് അല്ലാത്ത കപ്പലുകളൊക്കെ. പായക്കപ്പലുകൾ എങ്ങനെയാ കാറ്റിനനുസരിച്ച് പോകുന്ന ഒരു ഇതാണ്. അത് നിയന്ത്രിക്കാനുള്ള, ആ പായക്കപ്പലിനെ നിയന്ത്രിക്കാനുള്ള ഒരു ക്യാപ്റ്റൻ കറക്റ്റ് ആയിട്ടുള്ള ആളാണ്. അതായത് ഒരു ഭാഗത്തേക്ക് നമുക്കിപ്പോ വടക്കോട്ടാണ് പോകേണ്ടതെങ്കിൽ വടക്കോട്ട് കാറ്റ് പോകുന്ന സമയത്ത് അതിന്റെ പായ നിവർത്തുകയും ആ കാറ്റ് നിലയ്ക്കുന്ന സമയത്ത് ആ പായ ചുരുട്ടി കെട്ടിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ പോകാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പായക്കപ്പല് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ വടക്കോട്ട് കാറ്റടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും, തെക്കോട്ട് കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ. അപ്പൊ നമുക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗോളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഈ ബിസിനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെന്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന ആളോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മളെ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡറോ നമുക്ക് മെന്റർ ആയിട്ടുണ്ടാവണം. അപ്പൊ നമ്മളൊക്കെ അക്ഷരം പഠിച്ച് നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഈ 1 2 3 4 5 എന്നൊക്കെ എഴുതി പഠിച്ചത് എങ്ങനെയാണ്? ഒരുപാട് തവണ നമ്മുടെ അധ്യാപകര് നമുക്ക് നൂറുകണക്കിന് തവണ നമ്മളെ കൊണ്ട് എഴുതിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? അത് തെറ്റിച്ച സമയത്ത് നമ്മളെ കൊണ്ട് എപ്പോസിഷൻ എഴുതിച്ചിട്ടില്ലേ? ഇതൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ നമ്മളത് പഠിച്ചത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ശിക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെയ്തു പറയുകയോ കാര്യങ്ങളോ അല്ല. കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ തരുന്ന ഒരു മെന്ററോ ഒരു ലീഡറോ നമുക്ക് ഉണ്ടാവണം. കാരണം അദ്ദേഹം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ബിസിനസ്സിനകത്ത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ അത് അങ്ങനെയല്ലല്ലോ സാറേ ചെയ്തത്, അല്ലെ അങ്ങനെയല്ലല്ലോ മേഡം ചെയ്തത്, ഇങ്ങനെ ചെയ്താൽ പോലെ, അങ്ങനെ ഒരു ചിന്താഗതി അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കേൾക്കുക. അത് മാത്രം കേൾക്കുക. പുറത്തുനിന്ന് ഇപ്പൊ നമ്മള് എന്താ പറയാ സൊസൈറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പല കമന്റുകളും നമുക്ക് ഈ ബിസിനസ് ഒന്നും ഇവിടെ നടക്കില്ല, ഈ പ്രോഡക്റ്റുകളൊന്നും വിൽക്കാൻ പറ്റില്ല, ഇതിന് വില കൂടുതലാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കമന്റുകൾ നമുക്ക് കിട്ടും. അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറയണമെങ്കിൽ നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല ആരെയെങ്കിലും നമ്മൾ മെന്ററായിട്ട് കാര്യം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ഒരു ലീഡറെ, ബിസിനസ്സിലുള്ള ഒരു ലീഡറെ നമ്മൾ മെന്ററാക്കി ഇരിക്കുകയും അദ്ദേഹമായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു സിറ്റിങ്, തുടക്കത്തിലൊക്കെ ഉള്ള ആളുകൾ ആഴ്ചയിലൊക്കെ അദ്ദേഹമായിട്ട് ഒന്ന് ഇരുന്നിട്ട് എനിക്കിനി ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തി പോകേണ്ട കാര്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളൊന്നും തികഞ്ഞ ആളുകളല്ല. നമ്മൾ നിറകുടങ്ങളായി മാറാൻ പാടില്ല. നിറകുടങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെ ആ കുടത്തിന്റെ ഒരു നിറഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് വീണ്ടും വെള്ളമൊഴിക്കാൻ പറ്റണം.
പറ്റില്ല. അതേമാതിരി നമ്മളെ മനസ്സെപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമ്മൾ അറിവുകൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഇല്ല, ഞാൻ എല്ലാം അറിയുന്ന ആളാണ്, എനിക്കിനി ഒന്നും പഠിക്കണ്ട, എനിക്ക് ബിസിനസിനെ കുറിച്ച് എല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാം അറിയാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. അതിന് അഹങ്കാരം, ഈഗോ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെയുള്ള ഒരു ഈഗോ നമുക്ക് ഒരിക്കലും അഹങ്കാരം അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും ഒരു ഏറ്റവും നമ്മൾ വാഴയൊക്കെ കണ്ടിട്ടില്ലേ, കുലച്ചു കഴിയുമ്പോൾ തലകുനിച്ച് നിൽക്കുന്നത്, അതുപോലെ നമ്മളെപ്പോഴും അറിവുകൾ സ്വീകരിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്ലീസിങ് മൈൻഡോട് കൂടിയുള്ള ആളുകളായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ ഒന്നിനും പരിഹാരമാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു മെന്റർ ഉണ്ടാവണം. അതുപോലെ നമുക്കൊരു ഗോള് വേണം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെറിയ ചെറിയ നമുക്ക് ഈ ബ്രോൺസ്, സിൽവർ, സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ടീമിന്റെ ചെറിയ ചെറിയ ലെവലുകൾ വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബേബി സ്റ്റെപ്സ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുക. ബേബി സ്റ്റെപ്സ് കുട്ടികൾ കണ്ടിട്ടില്ലേ, മുട്ടിലഴഞ്ഞ് അത് കഴിഞ്ഞ് പതുക്കെ പിടിച്ചു നടക്കുന്നു. അങ്ങനെ പിടിച്ചു നടന്ന് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നടക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ അത് ആദ്യം നടക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ പറിക്കാം, അവരുടെ ബോഡി ഇങ്ങനെ ഷിവർ ചെയ്യും അല്ലേ. അവ എവിടെന്നെങ്കിലുമൊക്കെ കട്ടിലപ്പടി നിന്നൊക്കെ ഇങ്ങനെ ശരിക്കും ബോഡി ബാലൻസ് ചെയ്യാതെ ഇങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പിടിച്ച് നടന്ന് എക്സ്പീരിയൻസ് ആവുന്നത് പോലെ നമ്മൾ ഈ ബിസിനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒന്ന്, നിർബന്ധമായിട്ടും നമുക്ക് 200 പേരുടെ ലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ആ ലിസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഒരാളെ ഒരു മിനിമം 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അയാളുടെ ഹോം മീറ്റിംഗ് നടത്തുക. ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ വെറുതെ ഒരു ഹോം മീറ്റിംഗ് നമ്മളൊരു ബ്രോഷർ വെച്ചിട്ട് ഹോം മീറ്റിംഗ് നടത്തുന്നതല്ല. ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ അവരുടെ വീട്ടിൽ ഏറ്റവും മിനിമം ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടാവണം. എന്തുകൊണ്ട് അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാവണം എന്ന് പറയുന്നത്, ആ പ്രോഡക്റ്റുകൾ കണ്ട് വിശ്വസിച്ച ആളുകൾ എടുക്കും. ഇപ്പൊ നമ്മള് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്? ഒരു സോപ്പ് കണ്ടു, പുതിയൊരു സോപ്പ് കണ്ടു, അത് അവരെന്ത് ചെയ്യും? എടുത്ത് സ്മെല് ചെയ്യും അല്ലെ, മണത്തു ഇതിന്റെ എങ്ങനെയുണ്ട്, ഇതിന്റെ ഫ്രാഗ്രൻസ്, നല്ല മണമുള്ള സോപ്പാണോ. ചില ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചോ, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. ഇത് ചന്ദനത്തിന്റെ എസൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതുപോലെ തന്നെ മോയിസ്ചറൈസറിലാണ്. അങ്ങനെ ചിലരെ അതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു. ഇങ്ങനെ ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കണ്ട് ബോധ്യപ്പെട്ടാലാണ് അവർ വാങ്ങുന്നത്. അപ്പൊ ഒരു 25,000 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ ഹോം മീറ്റിംഗിൽ വെക്കുക. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുക. നമ്മളുടെ എന്താ പറയാ, ഹെർബൽ പേസ്റ്റിന്റെയും അതുപോലെ തന്നെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന പേസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുക. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ഹെർബൽ പേസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഒരാളിലേക്ക് എൻട്രി ചെയ്യാൻ, ഏറ്റവും പെട്ടെന്ന് ഒരാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹെർബൽ പേസ്റ്റ്. അപ്പൊ അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തുണി അലക്കാനുള്ള, വാഷ് ചെയ്യാനുള്ള അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാവുന്ന കെമിക്കൽ, ആ കെമിക്കൽ കൊണ്ടുണ്ടാവുന്ന ദൂഷ്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ്, വെൽനസ് പ്രൊമോട്ടേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ആരോഗ്യത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ മാറ്റി ഉപയോഗിക്കുന്ന ബ്രാൻഡ് മാറ്റുന്നതിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണ്? ഒരു കസ്റ്റമർ എപ്പോഴും ചിന്തിക്കുന്ന ആ കസ്റ്റമറുടെ ഗുണം, കസ്റ്റമർക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്നാണ്. ഞാനിപ്പോ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പേസ്റ്റും അല്ലെങ്കിൽ വേറൊരു പേസ്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ഒരു കസ്റ്റമർ ചിന്തിക്കാതാണ് എനിക്ക് കിട്ടുന്ന ഗുണം അതാണ്. അപ്പൊ ആ ഗുണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ? നിങ്ങൾ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിക്കണം. അതുപോലെ ആളുകൾ കനസ്തറ്റിക് ആണ്, കണ്ട് വിശ്വസിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ അവിടെ നമ്മളൊരു 10-25,000 രൂപ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഏകദേശം 100 ഇഷ്ടം പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിന്റെ ഓരോ സാമ്പിൾ വെക്കുകയാണെങ്കിൽ പോലും 25,000 രൂപ പോരാ. പക്ഷെ നമ്മൾ മിനിമം ഒരു 25,000 രൂപയുടെ ഹോം ഷോപ്പ് എന്നുള്ള ലെവലില് വെക്കുകയും ആ പ്രോഡക്റ്റുകൾ വിറ്റ് തീർന്നിട്ട് നമ്മൾ എന്താ പറയാ, കാലിയാക്കിക്കൊണ്ട് പോവല്ല വേണ്ടത്. അത് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അതിന്റെ ലാഭം എടുത്തിട്ട് ബാക്കി വരുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള പലചരക്ക് കടയിൽ കണ്ടിട്ടില്ലേ, പഞ്ചസാരയും
സവോളയും അല്ലെങ്കിൽ ഉപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നില്ലേ? ഇതേപോലെ തന്നെ നമ്മളുടെ ഷോപ്പിൽ അത് എപ്പോഴും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് കാരണം ആളുകൾ ഉൽപ്പന്നങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. അതാണ് നമ്മൾ മറ്റുള്ള ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ നെക്സസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നമ്മൾ ബോർഡ് സെറ്റ് ചെയ്തു. ഇനി നമ്മളുടെ കമ്പനി എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, 1000-ഓളം PUCകൾ, 1000-ൽ കൂടുതൽ PUCകൾ ഉള്ള ഒരു കമ്പനിയാണ്. PUC എന്ന് പറഞ്ഞാൽ അറിയാലോ, പിക്കപ്പ് സെന്ററുകൾ ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. നിങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കി, ഒരു പിക്കപ്പ് സെന്ററിലെ മിനിമം, ഞാൻ ഏറ്റവും ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പിക്കപ്പ് സെന്ററിലെ സ്റ്റോക്കാണ് പറയുന്നത്, മിനിമം 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഉള്ളിലുള്ള സ്റ്റോക്കാണ് ഓരോ PUCകളിലും ഉണ്ടാവുക. 1000 PUCകളിൽ 30 ലക്ഷം കൂട്ടിയാൽ തന്നെ 300 കോടി രൂപയുടെ സ്റ്റോക്കായി 1000 PUCകൾ. അപ്പൊ അത് നമുക്ക് ഇടതിടവില്ലാതെ ആ ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ അതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും സ്റ്റോക്ക് നമ്മളുടെ കമ്പനിയിൽ ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നാളെ എനിക്ക് 500 കവചപ്രാശം വേണമെന്ന് വിചാരിക്കാം. ഞാൻ 500 കവചപ്രാശത്തിന്റെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ PUC പോയി കഴിയുമ്പോൾ അവിടുന്ന് പറയാണ്, ഞങ്ങളുടെ കമ്പനിയിൽ ആകെ 100 കവചപ്രാശം സ്റ്റോക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വിശ്വസിച്ചൊരു വലിയ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഇടപെടലില്ലാതെ പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പൊ എത്ര വലിയ സ്റ്റോക്ക്, നമ്മൾ എത്ര വലിയ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്ക് ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും, അതായത് PUCയില് 1000 PUCകളിൽ 30 ലക്ഷം കൂട്ടിക്കഴിഞ്ഞാൽ 300 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവുന്നു. ഇതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും കമ്പനിയുടെ കയ്യില് എന്താ പറയാ, നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ. നിങ്ങൾ ആലോചിച്ചു, ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പറയുന്ന കുറുന്തോട്ടി അതുപോലെയുള്ള ഒരുപാട് ആയുർവേദ ഹെർബുകൾ കൊണ്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എത്രമാത്രം വലിയ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും? ഇതിന് എത്രമാത്രം കൃഷിയിടങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ടാവും? നമ്മൾ ഏത് ഉൽപ്പന്നം ചോദിച്ചാലും നമുക്ക് കിട്ടാതെ വരുന്നില്ലല്ലോ. ആലോചിക്കുക. അപ്പൊ എത്രമാത്രം നമ്മളെ കമ്പനി എത്ര കോടി രൂപ ഈ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അടുത്തിറങ്ങിയ മുരിങ്ങ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ വൈറ്റമിൻസ്, ഇതിനൊക്കെ എത്രമാത്രം റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പൊ ഈ റിസർച്ച് എത്ര നല്ല ഒരു R&D ഡിവിഷൻ ആണെങ്കിലാണ് അങ്ങനത്തെ ഒരു വലിയ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മളുടെ കമ്പനിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാം. പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 2 പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് 100 കണക്കിന് കമ്പനികൾ വന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ തരുന്നുണ്ട് അല്ലെ? ഒരുപാട് കമ്പനികൾ വന്നിട്ട് അതുപോലെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വന്നാ മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഇത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു കമ്പനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏത് കമ്പനി ആയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗുള്ള ഒരു കമ്പനി ആയിട്ട് നമുക്ക് നമ്മളെ കമ്പനീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ കമ്പനീനെ ട്രഡീഷണൽ മാർക്കറ്റിലുള്ള ഹിന്ദുസ്ഥാൻ ലിവർ പോലെയുള്ള വലിയ യൂണിയൻ ലിവർ പോലുള്ള കമ്പനി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി പോലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ സയന്റിസ്റ്റുകൾ TB അനന്തനാരായണ എന്ന് പറയുന്ന അദ്ദേഹം ഹിന്ദുസ്ഥാൻ ലിവറിൽ 40 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മുടെ സീനിയർ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് KK രാജേഷ്, ഹിന്ദുസ്ഥാൻ ലിവറിൽ എക്സ്പീരിയൻസ് ഉള്ള, ഹള്ളില് അതുപോലെ തന്നെ റാൻഡാക്സിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ തന്നെ നമ്മൾ KC ഗൗണ്ടർ എന്ന് പറഞ്ഞിട്ട് പാരാലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അവരൊക്കെ നമ്മളുടെ ഒരു കമ്പനിയിലേക്ക്, അത്രയും വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളുടെ കമ്പനിയിലേക്ക് വരണം. നമ്മളുടെ കമ്പനിയുടെ വലിപ്പം എന്താണെന്ന് വെച്ചാൽ 6ഓളം ബ്രാൻഡുകളില്ലേ നമുക്ക്. എലമെന്റ്സ്, ഓണാനോ, മൈഹോം, ലുസ്റ്റർ, ആഹാർ, ഇന്ത്യ ഗ്രോത്ത് പറഞ്ഞ ബ്രാൻഡുകൾ. ഈ ബ്രാൻഡുകൾ നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിലാണ്. ഇതിൽ ഒരു ബ്രാൻഡിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ നമ്മൾ എത്ര ലക്ഷം രൂപ മുടക്കണം എന്നുള്ളത് ആലോചിച്ചു. ഒരു ഫ്രാഞ്ചൈസി, ഇപ്പൊ ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിലെ മീനങ്ങാടി എന്ന് പറയുന്ന പഞ്ചായത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ എന്റെ താലൂക്ക് ചുറ്റാപത്തേരി എന്ന് പറയുന്ന താലൂക്കിലുള്ള ഞാൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു ട്രഡീഷണൽ ഒരു മാർക്കറ്റിംഗ് ഉള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം നമ്മളെ കമ്പനി. ഞാൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഫ്രാഞ്ചൈസി സുൽത്താൻ താലൂക്കിലെ ഫ്രാഞ്ചൈസി എത്ര ലക്ഷം രൂപ അതിന്റെ ഫ്രാഞ്ചൈസി ഫീ മാത്രം കൊടുക്കണം? എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം? എത്ര വാഹനങ്ങൾ വേണം? എത്ര സ്റ്റാഫ് വേണം? അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇതൊന്നുമില്ല.
ഒരു പണം മുടക്കുമില്ലാതെ ഇത്രയും വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു വലിയ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ മാത്രമുള്ള കമ്പനി നാളെ ലോകത്തിലേക്ക് പടർന്ന് പന്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ലൈസൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന പത്തക്ക ID നമ്പർ എന്ന് പറയുന്നത്. അത് നിസ്സാരമായിട്ട് കാണരുത്. അത് അത്ര മാത്രം നമ്മുടെ കുടുംബം കഴിഞ്ഞാൽ രണ്ടാമത് കാണേണ്ടത് നമ്മുടെ കമ്പനിയുടെ ആ പത്തക്ക ID നമ്പറും അതിനെ പരിലാളിച്ചുകൊണ്ട് അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഓർഗനൈസേഷനായി മാറണം. വലിയൊരു ഓർഗനൈസേഷനായിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ഡയമണ്ട്സ് ഒക്കെ ഉള്ള ഒരു ടീമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയത്.